രൂപയ്ക്ക് എല്ലാം പെയിൻറ്റിംഗ് അടക്കം കഴിഞ്ഞിട്ട് ഈ വണ്ടി ടെസ്റ്റ് കൊടുക്കേണ്ടത് മലപ്പുറത്ത് നിന്ന് അവർ 30-32 രൂപ പറഞ്ഞ കിറ്റ് അവിടെ പോയി വില പേശി ഈ പീസ് വെച്ചപ്പോൾ ഒരു ചെറിയ നഷ്ടം പറ്റിയിട്ടുണ്ട്. അവിടെ ഒരു കീ ഹോൾ നടന്നു. ആ കീ ഹോൾ അങ്ങ് കൺസീലായിപ്പോയി. അങ്ങനെ ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പലയിടത്തും ചോദിച്ചപ്പോൾ കോസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് കണ്ടു. നമസ്കാരം. ഇന്നേ ഞാൻ സംസാരിക്കുന്നത് വണ്ടിയുടെ മോഡിഫിക്കേഷനെ കുറിച്ചാണ്. മോഡിഫിക്കേഷൻ അല്ല, കൺവേർഷനെ കുറിച്ചാണ്. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വണ്ടി മാറ്റി വേറൊരു വണ്ടിയാക്കുക എന്നുള്ളതാണ്. പക്ഷേ കൺവേർഷൻ എന്ന് പറയുമ്പോൾ പഴയ മോഡൽ പുതിയ മോഡലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില വണ്ടി കണ്ട് നമ്മൾ അകത്ത് കയറുമ്പോൾ അയ്യേ ഇത് പഴയതാണെന്ന് തോന്നില്ലേ, അതിന് കാരണം അതിൻ്റെ രൂപം മാറ്റിയിട്ട് പുതിയതാക്കിയിട്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ മാറ്റുന്ന വണ്ടികൾ ഏതൊക്കെയാണ്? ഒന്ന് ടൊയോട്ടയാണ്, ഒന്ന് മെഴ്സീഡീസ് ബെൻസിൻ്റെ ചെയ്തിട്ടുണ്ട്, കുറേ ബോഡി ഷോപ്പുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് അത്ര വൃത്തിയല്ലാത്ത എന്നാൽ ചെയ്തിട്ട് പോരാ എന്ന് തോന്നിയിട്ടുള്ള ഒരു വണ്ടി എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഫോർച്യൂണർ LC 300 ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. വീഡിയോ എന്തോ കണ്ടു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ല പറയാൻ കാരണം അത് ആട്ടുംകുട്ടിക്ക് പട്ടിയുടെ തല എന്ന പോലെയാണ്. എന്നാൽ ഞാൻ അവർക്കൊന്നും ഒഫൻസീവ് അല്ല, കാരണം ഓരോ ആളുകളുടെയും ടേസ്റ്റാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത്. അങ്ങനെ നോക്കിയാൽ ആ കൺവേർഷൻ ഇഷ്ടപ്പെട്ട് ചെയ്താണെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ. പിന്നെ മെഴ്സീഡീസ് ബെൻസിൻ്റെ S ക്ലാസിൻ്റെ മോഡൽ മാറ്റുമ്പോഴേ മുൻവശവും പിൻവശമൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷേ വശങ്ങളിൽ മാറിയിട്ടുണ്ടാവില്ല. അത് കാണുമ്പോൾ നമുക്കൊരു ഇത്തിരി അയ്യെന്ന് തോന്നും. ഓക്കെ, ആ തോന്നൽ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാനിപ്പോൾ പറയാൻ പോകുന്നതൊന്നല്ല, നമ്മളും ഒരു വണ്ടി കൺവേർട്ട് ചെയ്തിട്ട് ടെസ്റ്റ് കൊടുത്ത് ഫിറ്റ്നസ് പാസ്സായി. അപ്പോൾ ആ വണ്ടിയിൽ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളോട് പറയണം. ഓക്കെ, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളല്ല, അതൊരു സാധാരണ വണ്ടിയാണ്. ആ വണ്ടിയുടെ അവിടെ കിടപ്പുണ്ട്, എൻ്റെ പിന്നിൽ കിടപ്പുണ്ട്. ആ ബസ്സല്ല, ആ ഇന്നോവയാണ്. അപ്പോൾ ഇന്നോവയ്ക്ക് Type 2 എന്നുള്ള മോഡലിൽ നമ്മൾ Type 4 ആക്കുക. അപ്പോൾ 4 ആക്കാൻ വന്ന ചിലവുകൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇത് ചെയ്യാൻ എളുപ്പമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. ഇനി ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നങ്ങളും പറയാം. വരൂ അവിടെ പോകാം, നമുക്ക് വണ്ടി എടുത്തിക്കോ വാ. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. ഇത് Type 2 ആയിരുന്നു, ഇപ്പോൾ ഇത് Type 4 ആണ്. എന്തൊക്കെയാണ് ചെയ്തത്? സിമ്പിളാണ് കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഹെഡ് ലാമ്പ് മാറി, പിന്നെ നമ്മളിത് ആ ഒരു ഗ്രില്ല് മാറ്റി, ബമ്പർ മാറ്റി, ഫോഗ് ലാമ്പ് മാറ്റി. കണ്ടോ, ഈ കാര്യം ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നതേ ഈ ഒരു പണിയെന്ന് പറയുന്നത് എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലഗ് ആൻഡ് പ്ലേ ആണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം മതി. അപ്പോൾ വണ്ടി പുതിയതുപോലെ ആയില്ലേ. പിന്നെ ഒരു ചെയിലിന് അല്ലെങ്കിൽ ഒരു ചന്തത്തിന് നമ്മൾ ആ ബോണറ്റിൻ്റെ മുകളിലെ ആ ഒരു 2 കുനിപ്പ് മാറി, പിന്നെ വൈപ്പറുകളുടെ ബ്ലേഡ് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മാറ്റം പറയാനുള്ളത് ബോണറ്റ് ഷെല്ലാണ്. ഈ ബോണറ്റ് ഷെല്ല് മാറിയില്ലായിരുന്നെങ്കിലേ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഗ്രില്ലിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ഫിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കാര്യം കിട്ടില്ല. അതുകൊണ്ട് ബോണറ്റ് കൂടി മാറേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ബോണറ്റ് ഷെല്ല്, ബമ്പർ, ഗ്രില്ല്, ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫേസ് ലിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് മുന്നിൽ ചെയ്തു. വശങ്ങളിൽ ഇപ്പോൾ നമ്മൾ ബേസ് മോഡലാണ് വണ്ടിയെങ്കിൽ വീലൊക്കെ മാറണം. പക്ഷേ ഇത് വേരിയൻ്റ് ആയിരുന്നുകൊണ്ട് തന്നെ അലോയ് വീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പെയിൻറ്റിങ്ങിൽ കാര്യം കഴിഞ്ഞു. പിന്നെ ഫെൻഡറിലെ ഇൻഡിക്കേറ്റർ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് പകരം ആ ഇൻഡിക്കേറ്റർ ഈ ഒരു മോഡലിന് ഈ ഒരു ഫേസ് ലിഫ്റ്റിന് വരുന്നത് മിററിലാണ്. നമ്മൾ ചിലവ് കുറയ്ക്കുന്ന ഭാഗമായിട്ട് മിറർ മാറ്റിയിട്ടില്ല. ഓക്കെ, അതിൻ്റെ മുകളിൽ LED ഇൻഡിക്കേറ്റർ വെച്ചായിരുന്നു, ഒരു സ്ട്രിപ്പ് വെച്ചായിരുന്നു. പിന്നെ ക്രോം ബിറ്റുകൾ കണ്ടോ, ഇപ്പോൾ മിററിൻ്റെ മുകളിൽ ക്രോം ബിറ്റ്, ഡോർ ഹാൻഡിൽ, താഴത്തെ ആ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളില്ലേ ക്രോമിൻ്റെ, അത് ഇന്നോവയിൽ നടുഭാഗത്തായിട്ടാണ് ആ ക്ലാഡിങ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു താഴത്തായിട്ടാണ്, അത് ക്രോമാണ്. അത് ഫിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ അത് ഈ ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വീലിനകത്തെ കാലിപ്പറിന് റെഡ് അടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്തിട്ടില്ല, കാരണം വൃത്തികേടാക്കരുത് എന്ന് വെച്ചിട്ട് തന്നെയാണ്. കണ്ടോ, ആ ഒരു വീല് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വീലല്ലേ, അത് വീയുടെ വീലാണ്, സെയിം വീല്. ഈ ബമ്പറിലെ ഫിറ്റ്മെൻറ്റിൽ ഈ ക്ലാഡിങ് കണ്ടോ, അതിലകത്തെ ആ ഒരു കവർ, ആ കവറിൻ്റെ അവിടെ ഒരു അപാകത കാണാം. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വന്നിട്ടില്ല, അത് ഫിക്സ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ കൂടെ മാറ്റേണ്ട കാര്യമാണ്, അത് പറയേണ്ടത് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ആ ഒരു ഉള്ളിലത്തെ ലൈനർ എന്നാ പറയാം, ആ ലൈനർ കൂടി മാറേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ വശങ്ങളിൽ നോക്കുമ്പോൾ ഫെൻഡർ മാറിയെന്ന് പറയാം വേണമെങ്കിൽ, സിമ്പിളായിട്ട്. മാരകമായിട്ടുള്ള മാറ്റം എന്നല്ല പറയാം, ആ ഒരു ഫെൻഡറിൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂ. ഈ വണ്ടി നമ്മൾ Type 2 Type 4 ആക്കിയപ്പോഴേ എൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ആക്കാതിരിക്കാൻ കാരണം എന്ന് പറയുന്നത് അതിന് LED ഹെഡ്ലാമ്പാണ്. അപ്പോൾ LED ഹെഡ്ലാമ്പ് വയ്ക്കുമ്പോൾ അതിന് കോസ്റ്റ് കൂടും, പിന്നെ ടെസ്റ്റ് കൊടുക്കേണ്ട വണ്ടിയല്ലേ. അപ്പോൾ അതൊക്കെ കുറച്ച് പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ സാധാരണ ആ ഒരു ഹെഡ്ലാമ്പാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ആ ഫ്രണ്ടിലേക്ക് കയറ്റിക്കാൻ വേണ്ടി ഫെൻഡർ, അപ്പോൾ ഫെൻഡർ ബോണറ്റ്, ഈ ഒരു വശങ്ങളിൽ ഫെൻഡർ, മുമ്പിൽ ബോണറ്റ്, അതാണ് എൻ്റെ ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, ഇതിൻ്റെ പിന്നിലാണ് സ്ട്രക്ചറിൽ മാറ്റങ്ങളൊന്നും വേണ്ടാത്തത്. അതായത് ബമ്പർ മാറേണ്ടി വന്നിട്ടില്ല, ബമ്പർ ആ സെയിം ബമ്പറാണ്. പക്ഷേ ടെയിൽ ലാമ്പുകൾ മാറി, ടെയിൽ ലാമ്പ് പുതിയ ടെയിൽ ലാമ്പാണ്. പിന്നെ ഈ ഒരു സ്ട്രിപ്പ് കണ്ടോ, ഈ സ്ട്രിപ്പ് ഇന്നോവ നേരിട്ടുള്ള സ്ട്രിപ്പ്. ഇപ്പോൾ ഏറ്റവും പുതിയ സ്കോഡയിൽ നമ്മൾ കണ്ടു ലൈറ്റ് കത്തുന്ന ആ ഒരു ബാഡ്ജ് എന്ന് വെച്ചാൽ കുശാക്ക് എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുക ഇന്നോവ എന്നുള്ള ക്രോം പീസാണ്. ഈ പീസ് വെച്ചപ്പോൾ ഒരു ചെറിയ നഷ്ടം പറ്റിയിട്ടുണ്ട്, അവിടെ ഒരു കീ ഹോൾ ഉണ്ടായിരുന്നു.
ആ കീ ഹോൾ അങ്ങ് കൺസീലായിപ്പോയി. പക്ഷേ ആ കീ ഹോളിൻ്റെ ആവശ്യമില്ല, നമുക്ക് ലോക്ക് തുറക്കാനും അല്ലെങ്കിൽ അകത്തുനിന്ന് തുറക്കാനൊക്കെ പറ്റുന്നുണ്ട്, ബുദ്ധിമുട്ടില്ല. ചുമ്മാ അങ്ങ് തുറന്നാൽ മതി. സെൻട്രൽ ലോക്കിൻ്റെ ഭാഗമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. പിന്നെ സ്പോയിലർ നമ്മൾ പെയിൻറ്റ് ചെയ്തു, അത് ബ്ലാക്കിലേക്ക് ആക്കിയതാണ്. അപ്പോൾ ഇത്രയാണ് പിന്നിലെ ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നിൽ കാര്യമായിട്ട് മാറ്റങ്ങളില്ല. പക്ഷേ പിന്നിലാണെങ്കിൽ തോന്നുന്നു ഏറ്റവും കൂടി എലഗൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് 4ൻ്റെ രൂപം ഫ്രണ്ട് ഗ്രില്ലിൽ എനിക്കിഷ്ടമല്ല. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ക്ലാസിക് ലുക്കാണ് എനിക്കിഷ്ടം. പക്ഷേ ലുക്സ് ആർ സബ്ജക്റ്റീവ്, ഓരോരുത്തരുടെ ആഗ്രഹമാണ്. ഇതിപ്പോൾ ഷിജുവിൻ്റെ വണ്ടിയാണ്. ഷിജു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സാൻഡ്രോ പെയിൻ്റ് അടിച്ചിട്ട് നമ്മളെ കൊണ്ട് കാണിച്ച ആ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഇപ്പോൾ കുറേ കോളൊക്കെ വരുന്നുണ്ട് പറഞ്ഞു, ഇതിനും വേണമെങ്കിൽ വിളിച്ചു കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. ആ വണ്ടിയുടെ കഥ പറഞ്ഞ പോലെ തന്നെ ഇന്നോവയ്ക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇന്നോവയുടെ ടെസ്റ്റ് എടുത്തപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഒരു മോഹം വരുന്നത്. എന്ത്, ഇന്നോവ ഫേസ് ലിഫ്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ഫേസ് ലിഫ്റ്റ് അല്ല, ഇന്നോവ കൺവേർട്ട് ചെയ്യാം, ടൈപ്പ് 4 ആക്കാം. അപ്പോൾ 4 ആക്കിയിട്ട് ടെസ്റ്റ് കൊടുക്കുമ്പോൾ അതിന് പ്രശ്നങ്ങളില്ലല്ലോ. അങ്ങനെ ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പലയിടത്തും ചോദിച്ചപ്പോൾ കോസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് കണ്ടു. അങ്ങനെ തപ്പി ഇവർ പോയിട്ട് മലപ്പുറത്ത് നിന്ന് ഇതിൻ്റെ കിറ്റ് സംഘടിപ്പിക്കേണ്ടത്. മലപ്പുറത്ത് നിന്ന് അവർ 30-32 രൂപ പറഞ്ഞ കിറ്റ് അവിടെ പോയി വില പേശി 28 രൂപയോളം കൊടുത്ത് എടുത്തു. എന്നിട്ട് ശരി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു മെക്കാനിക്കിനെ വിളിച്ച് വീട്ടിലിട്ടിട്ടാണ് ചെയ്തത്. വീട്ടിലിട്ട് ചെയ്യുന്ന പറയുമ്പോൾ എല്ലാം വീട്ടിലിട്ടാണ് മാറ്റിയത്. എന്നിട്ട് ആ മഴക്കാലത്ത് അത്രയും കഷ്ടപ്പെട്ട് വീടിൻ്റെ മുറ്റത്തിട്ടിട്ട് ഈ വണ്ടി കംപ്ലീറ്റ് പെയിൻ്റ് അടിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു വർക്ക്ഷോപ്പുകാരൻ അല്ലെങ്കിൽ മെക്കാനിക്കിന് കൊടുത്ത കാശെന്ന് പറയുന്നത് ഏറെക്കുറെ 4000 രൂപയാണ്. അപ്പോൾ 28 4 32 രൂപയ്ക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ 14,000 രൂപയുടെ പെയിൻറ്റ്, ഒരു 12,000-13,000 രൂപ പെയിൻ്റ് അടിക്കാനുള്ള ഒരു കൂലി. അങ്ങനെ മൊത്തം എനിക്ക് തോന്നുന്നു ഒരു 28 32 32 12 46 46 15 61 രൂപയ്ക്ക് എല്ലാം പെയിൻറ്റിംഗ് അടക്കം കഴിഞ്ഞിട്ട് ഈ വണ്ടി ടെസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തത് ടെസ്റ്റ് കൊടുത്ത ഒരു വണ്ടിയാണിത്. ടെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ ഫിറ്റ്നസ് എടുത്ത വണ്ടിയാണിത്. ഇതിപ്പോൾ പുതിയ വണ്ടി പോലെ ആയി, ഓടിച്ചുകൊണ്ട് നടക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങൾ അന്ന് വരുത്തിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടി അന്നത്തെ വി ആയതുകൊണ്ട് തന്നെ ഇതിൽ വുഡൻ ഇൻസേർട്ടും കാര്യങ്ങളും ഉണ്ട്. ഇത് പക്കാ പ്രീമിയമാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് എല്ലാം 4 സ്പോക്കാണ്. ഇവിടെ ഒരു ആൻഡ്രോയിഡ് യൂണിറ്റ്, ഒരു സ്ക്രീൻ അടക്കം വെച്ചു. അവിടെ വെച്ചപ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേ മിസ്സായി പോയിട്ടുണ്ട്, എന്നാലും കാണാൻ ഭംഗിയുണ്ട്. വെച്ചപ്പോൾ ആ സംഗതി കൊള്ളാം. ഇപ്പോൾ ഗിയർ ലിവർ ആണെങ്കിലും ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ ആണെങ്കിലും എല്ലാം അന്നത്തെ ക്ലാസിക് ലുക്കാണെന്ന് പറയാം കേട്ടോ. ഈ ഒരു വണ്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തപ്പോൾ ടൈപ്പ് 4 ആയപ്പോൾ വണ്ടിക്ക് അന്നും ഇന്നും അല്ലെങ്കിൽ ആ ടൈപ്പ് 2 മുതൽ ടൈപ്പ് 4 വരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായിട്ടില്ല. ചെറിയ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മിമിക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇതിന് ഓട്ടോമാറ്റിക് എ സി ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് എ സി ഉണ്ട്. അതൊക്കെ അന്ന് വന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു പുതിയ മോഡലിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അകത്തും പുറത്തും ഒരുപോലെ ഒരു ഫ്രഷ്നെസ് കിട്ടുമെന്നുള്ളത് ഇന്നോവയുടെ കാര്യമായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ടൊയോട്ടയുടെ വണ്ടികൾ ആളുകൾ കൂടുതലും ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതൊരു കൗതുകല്ലേ. നമ്മളിപ്പോൾ സാധാരണ ലിവറാണ്, ഇത് തിരിച്ച് വെച്ച് വേണം ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പെഡലുകൾ കണ്ടില്ലേ, ഇതിനകത്ത് ആ ഒരു ഡെഡ് പെഡൽ ഇല്ല കേട്ടോ. സ്റ്റിയറിങ്ങിലൊക്കെ ബട്ടൺസ് അന്നേയുണ്ട്, ഇൻഫോ, മോഡ്, വോളിയം ഒക്കെ കാണാം. ഇവിടെ പ്രസ് ചെയ്യുമ്പോഴേ ഒരു MID പോലുള്ള സംഗതി ഇവിടെ ഉണ്ടായിരുന്നു, അതിപ്പോൾ മറന്നു പോയിട്ടുണ്ട്. കാരണം വലിയ സ്ക്രീൻ ആ ഒരു കാര്യങ്ങളൊക്കെ ബഹിഷ്കരിച്ചു, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ എല്ലാം സ്ക്രീനിലാണ്. സ്ക്രീനിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അത് ആഫ്റ്റർ മാർക്കറ്റാണ്. എന്നാലും പിന്നെ ഇത് ടൈപ്പ് 2ൻ്റെ ടോപ്പിൻ്റെ മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിക്ക് ബക്കറ്റ് സീറ്റാണ്. ഈ സീറ്റൊക്കെ ഉണ്ടോ, ഈ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല സുഖമുണ്ട്. ഇന്നോവയാണല്ലോ. അപ്പോൾ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ കൺവേർഷൻ ചെയ്തപ്പോൾ ഗുണമായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എല്ലാം ഒരു പ്രീമിയം ഫീൽഡിലെ വണ്ടിക്ക് ഇതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ വണ്ടി പ്രേമികൾക്ക്, ചില ആളുകൾക്ക് പുതിയ മോഡൽ ഇഷ്ടമില്ല, ചില ആളുകൾക്ക് പഴയ മോഡൽ ഇഷ്ടമില്ല. ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇഷ്ടമുള്ള വണ്ടികൾ കിട്ടാനും പറ്റില്ല. എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നോവയൊക്കെ വാങ്ങുന്ന ആൾക്കാർ പൊതുവേ ഞാൻ വാങ്ങിയതൊരു പഴയ വണ്ടി അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, അതല്ല പുതിയ വണ്ടിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതങ്ങ് ഫേസ് ലിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യും. എന്തായാലും ഈ വണ്ടി എന്ന് പറയുന്നത് അന്ന് ഞാൻ ഇന്നോവയുടെ വീഡിയോ പറഞ്ഞ കാരണമായിരുന്നു എനിക്ക് ഇതിൻ്റെ ടൈപ്പ് 4 വലിയ ഇഷ്ടമല്ലാന്ന്. പക്ഷേ ഇത് കൺവേർട്ട് ചെയ്ത് വന്നപ്പോൾ ഈ വണ്ടി കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതുകൊണ്ട് ആ ഒരു പോയിന്റ്, ഞാൻ ആ പോയിന്റ് ഉറച്ചു നിൽക്കുന്നുണ്ട്. എനിക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയേക്കാളും ക്ലാസിക് ഇന്നോവയാണ് ഇഷ്ടം. എന്നാലും ഈ വണ്ടി പർട്ടിക്കുലർലി കാണാൻ ഭംഗിയുണ്ട്, ഇതിനൊരു കൗതുകമുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇന്നോവകൾ മാറ്റുന്നു, ക്രിസ്റ്റകൾ മാറ്റുന്നു, ഫോർച്യൂണറുകൾ മാറ്റുന്നു, ലാൻഡ് ക്രൂസറുകൾ മാറ്റുന്നു, അങ്ങനെ പലവിധ വണ്ടികൾ ഫേസ് ലിഫ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അതിൽ നല്ല വണ്ടികളുണ്ട്, നന്നായി വരുന്ന വണ്ടികളുണ്ട്, മോശമായിട്ട് വരുന്ന വണ്ടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കൂടുതലാണോ അല്ലെങ്കിൽ കോസ്റ്റ് കുറവാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാണ്, നമുക്ക് നമ്മുടെ കയ്യിൽ കാശ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരുപാട് കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബോഡി ഷോപ്പിലൊക്കെ പോയിട്ട് മാറ്റാം. അതല്ല, നിങ്ങൾക്ക് അഡ്മിറേഷനും ചെയ്തെടുക്കാനുള്ള മനസ്സാണുള്ളതെങ്കിൽ ഇതെവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് പോയിട്ട്, ഇപ്പോൾ ഷിജി ഇതുപോലെ അന്വേഷിച്ച് പോയിട്ട് കണ്ടുപിടിച്ച് വന്ന് ചെയ്തെടുത്താൽ കുറഞ്ഞ ചിലവിൽ ഒരു നല്ല ഒരു കാര്യമായിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് ടൈപ്പ് 2നെ ടൈപ്പ് 4ഒക്കെ അത് ഞാൻ പറഞ്ഞത് പെയിൻറ്റിങ്ങും
എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അമ്മയോട് ഞാൻ പറഞ്ഞു വീണ്ടും പറയുന്നില്ല. അപ്പോൾ എന്താണ് ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. എനിക്കെന്തായാലും ഈ ഇന്നോവ ഒരു വെൽ വർത്ത് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ശരി എന്നാൽ.